വിജാതീയരെ പോലെ ജീവിക്കരുത്, വ്യർത്ഥ ചിന്തയിലായിരിക്കരുത്. വിജാതീയര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അറിയാത്ത, ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാത്ത, ദൈവത്തെ അനുസരിക്കാത്ത ദൈവമക്കളെയാണ് വിജാതീയരെന്ന വിശുദ്ധ പാഠഭാഗം ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുപോലെ അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും ബുദ്ധിയിലും അന്ധകാരം നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും നമ്മൾ അകറ്റപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകുകയാണ്. പക്ഷേ നമ്മുടെ മനസ്സ് മരവിച്ച് നമ്മൾ ഭോഗാസക്തിക്ക് തന്നെ നമ്മളെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ബുദ്ധിയിലും അന്ധകാരം വ്യാപിക്കാതെ, നമ്മൾ ഭോഗാസക്തിക്കും പാപത്തിനും അടിമപ്പെടാതെ ക്രിസ്തു എന്താണോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതിനെ, ആ യഥാർത്ഥമായ സത്യത്തെ നമ്മൾ കണ്ടുകൊണ്ട് ക്രിസ്തുവിലൊരു പുനരുദ്ധീകരണം, അതായത് പുനർജീവിതം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ പുനർജീവിതത്തെ നമ്മൾ കണ്ടുകൊണ്ട് ദൈവത്തെ നമ്മൾ അനുസരിക്കുക എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? വിശുദ്ധി കിട്ടും, നീതി ലഭിക്കും, ദൈവസ്നേഹം കൊണ്ട് നിറയും, പരിശുദ്ധാത്മാവിൽ നിറയും, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ വചനം മാത്രം കണ്ടാൽ പോരാ, വചനം നമ്മുടെ ഉള്ളിൽ ഗ്രഹിച്ചാലും പോരാ, അത് പാലിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വചനം ഭക്ഷിക്കുക മാത്രം ചെയ്യരുത്, ആത്മവഞ്ചകരാകാതെ, അതായത് വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രവർത്തിക്കുക കൂടി ചെയ്യുവിനെന്ന് കർത്താവ് നമ്മളോട് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. നമ്മളൊരു വചനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നണം ഇതെന്നെക്കുറിച്ചാണ് പറയുന്നത്, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഇത് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്ന അനുഗ്രഹം കിട്ടുമെന്ന് കർത്താവ് എഴുതിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ വെറുതെ ഒരു നിയോഗം വെച്ച് ബൈബിൾ വായിച്ചു പോകരുത്. ബൈബിൾ വായിക്കുമ്പോൾ അത് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നീ ഇന്ന കാര്യങ്ങൾ നിന്നിൽ നിന്നും എടുത്തു കളയണമെന്ന് വചനം തന്നെ നമ്മളോട് പറയുമ്പോൾ നമ്മളത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക. പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം തീർച്ചയായിട്ടും വിശുദ്ധിയിലേക്ക് വളരാൻ തുടങ്ങും. ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ നാവാണ്. നമ്മുടെ നാവിനെ നിയന്ത്രിച്ചാൽ, വചനം പറയുകയാണ്, നമ്മുടെ നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ പോലും അത്രയേറെ മുറിവേൽപ്പിക്കുന്നതും വിലപ്പെട്ടതുമാണ് പ്രിയപ്പെട്ടവരെ.